തൃശൂർ ചാലക്കുടിയിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ മറവിൽ മരം മുറിച്ചതിൽ കേസെടുത്ത ദേശീയ ഹരിത ട്രിബ്യൂണൽ കോടികൾ വിലയുള്ള മരങ്ങൾ മുറിച്ചതിൽ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന ആരോപണത്തിന് പിന്നാലെയാണ് നടപടി. വനം വകുപ്പ് വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് നടത്തിയ അന്വേഷണത്തിലും നേരത്തെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. കിഫ്ബി പദ്ധതിയിലൂടെ നിർമ്മാണം പുരോഗമിക്കുന്ന മലയോര ഹൈവേക്കായി തൃശൂർ ജില്ലയിൽ മരം മുറിച്ചതിലാണ് ഹരിത ട്രിബ്യൂണൽ നടപടി. നിർമ്മാണം പുരോഗമിക്കുന്ന വെള്ളികുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെയുള്ള 18 കിലോമീറ്റർ പ്രദേശത്ത് 273 മരങ്ങൾ മുറിച്ചെന്നാണ് വനം വകുപ്പ് രേഖകൾ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തേക്ക് മരങ്ങൾക്ക് 8 ലക്ഷം രൂപ മാത്രമാണ് വില നിശ്ചയിച്ചത്. പട്ടയ ഭൂമിയിലേതടക്കമുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയതിലും വില നിശ്ചയിച്ചതിലും വൻ ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 2000 തേക്കാണ് ഈ പറയാൻ അന്വേഷണത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അന്വേഷിച്ച് കണ്ടെത്തണം. ഇപ്പോൾ ട്രൈബ്യൂണൽ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ 273 തേക്കിനാണ് കേസ് എടുത്തതെന്നാണ് പറയുന്നത്. ബാക്കി 2000 തേക്ക് കൂടി പോയിട്ടുണ്ട്. ഈ 2000 തേക്ക് കൂടി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. സർക്കാരിലേക്ക് കിട്ടേണ്ട പൈസയാണ്. വളരെ തുച്ഛമായ പൈസയ്ക്ക് ഒരു സ്വകാര്യ വ്യക്തിക്ക് ലേലം കൊടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരാവകാശ പ്രവർത്തകനായ ജോബിൽ വടാശ്ശേരി ഇത് സംബന്ധിച്ച് നേരത്തെ വനം വകുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡിന് പരാതി നൽകിയിരുന്നു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി ഫോറൻസിക് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലും ക്രമക്കേടുകൾ കണ്ടെത്തി. മരങ്ങൾ മുറിക്കാൻ ലേലമെടുത്ത ആളിനു തന്നെ തടി കൊണ്ടുപോകാനുള്ള അനുമതിയും നൽകി. ഭൂ ഉടമയ്ക്ക് പാസ് അനുവദിക്കാതെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കരാറുകാരന് പാസ് അനുവദിച്ചു. ഇതിനു പിന്നിൽ പരിയാരം റേഞ്ചർ ഓഫീസറുടേതടക്കം ഇടപെടൽ നടന്നുവെന്നാണ് വനം വിജിലൻസ് കണ്ടെത്തിയത്. ഇത് വ്യക്തമാക്കി വിജിലൻസ് വിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ CCF തൃശൂർ സെൻട്രൽ സർക്കിൾ CCFന് കത്ത് നൽകിയെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും പരാതിക്കാരൻ പറയുന്നു. പരാതി കൊടുത്തിരുന്ന നാൾ ഇതുവരെയായിട്ട് ഒരു സ്ഥലത്തുനിന്ന് പോലും നമുക്ക് ഒരു റിപ്പോർട്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. പല സ്ഥലത്ത് വിവരാശം വെച്ചു. CCFൻ്റെ അടുത്ത് വിവരാശം വെച്ചിട്ടുണ്ടായിരുന്നു. ചായപ്പുഴി ഫോറസ്റ്റ് ഓഫീസിൽ വിവരാശം വെച്ചു. കളക്ട്രേറ്റിൽ വിവരാശം വെച്ചു. നിങ്ങൾക്ക് അവിടെ പരിയാരം റേഞ്ചിൽ നിന്നാണ് മറുപടി തരാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ഏകദേശം 1 വർഷം ആവാറായി. ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. വനം വകുപ്പിന് കീഴിൽ തന്നെയുള്ള ഫ്ലൈയിങ് സ്ക്വാഡിനും വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് വിഭാഗവും കണ്ടെത്തിയ ക്രമക്കേടുകൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വിവിധ ജില്ലകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേയുടെ മറവിൽ മരം മുറിച്ചതിലൂടെ മാത്രം കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ കേസിൽ നേരിട്ടിടപെടുന്നതും വലിയ പാരിസ്ഥിതിക ആശങ്ക ഉയർന്ന സംഭവമാണ് ചാലക്കുടിയിലേതെന്ന് നിരീക്ഷിക്കുന്നതും. മലയോര ഹൈവേയുടെ പേരിൽ വെള്ളിക്കുളങ്ങര വെറ്റിലപ്പാറ റീച്ചിൽ മാത്രം നടന്നത് കോടികളുടെ അഴിമതികളാണെന്ന് വ്യക്തമാക്കുന്ന സർക്കാർ രേഖകൾ തന്നെ തെളിവായുണ്ട്. ഇക്കാര്യത്തിൽ പരാതികൾ അധികാരികളുടെ മേശപ്പുറത്തുണ്ട്. എന്നിട്ടും തുടരന്വേഷണങ്ങളോ തുടർ നടപടികളോ ഉണ്ടാകുന്നില്ല. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.